ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സിനിമാ ലോകത്തെക്കുറിച്ച് തന്നെ. സിനിമാ ലോകത്ത് നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കറക്റ്റാണ്, ഞാൻ പറഞ്ഞിരുന്ന കാര്യം കറക്റ്റാണ്. ഇത് ഒരു വ്യഭിചാരശാല തന്നെയാണ്. ഇതിൽ ആരാണ് നല്ലതെന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഇതിന് കംപ്ലൈൻറ്റ് തിരിച്ചു കൊടുക്കാൻ വന്നിട്ടുള്ളവരും ഇതെല്ലാം കൂട്ടിക്കൊടുപ്പുകാർ തന്നെയാണ്. ഇതല്ലാത്തവരൊന്നും ഈ നിലയിലൊന്നും എത്തത്തൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം ഒരു വ്യഭിചാരശാല എന്ന് മാത്രമേ ഞാനിതിനെ പറയാൻ എനിക്ക് കഴിയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പീരീഡുമായിട്ട് ഞാൻ ഒരു 6-7 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് എന്നെ അറിയുന്നവർക്കെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായി തന്നെ പറയുന്നതിൻ്റെ കാര്യം. സുഖലോലഭന്മാർ. കാരണം ഒരു ഗുണ്ടായിസം തന്നെയാണ് അതിനകത്ത് നടക്കുന്ന മുഴുവനും. ഏത് രീതിയിൽ നോക്കിയിരുന്നാലും ഗുണ്ടായിസം തന്നെയാണ്. അവരെ കീഴിൽ പറ്റിയുള്ള ഓരോ ആൾക്കാരും ഓരോ രീതികളും അവർ പറയുന്നതൊക്കെ ചലിക്കുകയുള്ളൂ, അനങ്ങുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഏത് ഒരു നായകയ്ക്ക് വേണമെങ്കിൽ അവന്മാർ വെറുതെ ഒന്നും വന്നുകൊണ്ടെന്ന് ഇങ്ങനെ ഒരു പടം എടുക്കത്തൊന്നുമില്ല. ഈ പടം എടുക്കണമെങ്കിൽ ഇത് കോടികൾ മുടക്കി ഇപ്പോൾ ഒരു നിർമ്മാതാവ് എന്നൊരു പടം എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അവനൊന്ന് കണ്ടിരിക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന അവന് പിന്നും കോടികൾ സമ്പാദിക്കുവാനോ ഉണ്ടാവും. കിട്ടുന്നത് കിട്ടും, അത് വേറെ കാര്യം. വിജയിച്ചാൽ കിട്ടും. അവന് നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ അവന് കുഴപ്പമൊന്നുമില്ല. അവൻ കോടികളുള്ളവനായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇതിന് വരില്ല. അപ്പം അവൻ കൃത്യമായിട്ടും അവൻ ഇതിന് വരുന്നത് ഒരു നിർമ്മാണം ചെയ്യാൻ വരുന്ന അവന് ഇതിൽ നിന്നുള്ള ഈ നടിമാരെ അവൻ നല്ലതുപോലെ ഇതിന് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നടന്മാരായിരുന്നാലും അങ്ങനെയല്ല. നടികൾ പിന്നെ അവർ അങ്ങനെ സമ്മതിച്ചു കൊടുത്തേ അവർക്ക് മുമ്പോട്ട് കയറി പോകാനൊക്കെ ഉള്ളൂ. നേരത്തെ നമ്മളെ റാണി പത്മിനി ആയിരുന്നാലും അവരൊക്കെ റാണി പത്മിനിയുടെ തള്ളയും ബലാത്സംഗം ചെയ്ത് ഒരു കരിക്കൂടമണിൽ അടയ്ക്കപ്പെട്ടു. അത് പിന്നെ അവരെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലായിരുന്നു. കാരണം ഇവരൊക്കെ പിന്നെ ആര് ചോദിക്കാനും പറയാനുണ്ടാവും? ഇവരൊക്കെ ജീവിതങ്ങളെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു വേശ്യാലയം തന്നെയാണ് ഈ സിനിമ പീഡനം എന്ന് പറയുന്നത്. അതാണ് നമുക്കത് ഹറാമാക്കപ്പെട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമാ ലോകം, നാടകം, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒരു വേശ്യാലയം തന്നെയാണ്. ഒരു ഒരു നശിക്കപ്പെട്ട ഇതിൽ നിന്ന് തന്നെയാണ് എല്ലാ വൃത്തികേടുകളും നമുക്ക് മുന്നോട്ട് നടന്നത്. കൊച്ചുകുട്ടികളത് കണ്ട് അവരെ വെള്ളമടിപ്പിക്കുവാനായിരുന്നാലും മോഷ്ടിപ്പിക്കുവാനാരും എത്രയോ കുട്ടികൾ എന്തെല്ലാം ചെയ്ത് അവരെ ചോദിക്കുമ്പോഴത്തേക്ക് അവരെ നടന്മാരിങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ മോഷ്ടിക്കാൻ വന്നത്. ഇതെല്ലാം അതിൽ നിന്നാണ് ഇവർ ഈ പാഠം ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഈ സിനിമാ നടന്മാരെയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അവരെ അഭിനയത്തിലെ ക്യാമറയിൽ മാത്രമാണ് അവരെ ഈ ഭാവനകൾ. ആ ക്യാമറ ഒന്ന് മാറ്റി പിടിച്ച് അവൻ്റെയൊക്കെ തനി സ്വഭാവങ്ങൾ അപ്പോഴറിയാവുന്ന കാര്യമാണ്. തനി സ്വഭാവങ്ങൾ ഇത്രയും നീചമായവന്മാർ ഈ ലോകത്ത് കാണില്ല പറഞ്ഞത്. പിന്നെ മമ്മൂട്ടിയെ കുറിച്ചൊന്നും എനിക്ക് വലിയ കുറ്റമൊന്നും പറയാനില്ല. കാരണം മമ്മൂട്ടിയായിട്ട് എനിക്ക് അത്ര അടുത്ത് അറിയാവുന്നുള്ളതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ഞാൻ വലിയ അത് പറയില്ല. അതുപോലെ മോഹൻലാൽ. പക്ഷെ മോഹൻലാലിനൊക്കെ ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യം അല്ല, ആർക്കാണ് അറിയാൻ വയ്യാത്തത്? യുവമാരൊക്കെ അതുപോലെ ഹിന്ദി നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ഒരു കാറൊക്കെ മേടിച്ച് ഒരു നടിക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒരു നേരത്തെ ഒരു സമയത്തെ ഒരു ഭോഗത്തിന് വേണ്ടി മാത്രം. അങ്ങനെയൊക്കെ ഇതൊരു വ്യഭിചാരശാല തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇതൊന്ന് കാണാൻ മനുഷ്യൻ പോവുകയേ ചെയ്യരുത്. ഇതൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ തന്നെയാണ് ഈ സിനിമകൾ കണ്ട് നമ്മൾ തന്നെയാണ് കൊണ്ടുവന്നവർക്ക് പൈസ കൊടുത്ത് ഇവരെ സൂചിപ്പിച്ചവരെ ഭയങ്കരമായ അതുപോലെ നക്ഷത്ര തുല്യവന്മാരായിട്ട് ഭയങ്കര ആശാമാരായി നടക്കുന്നത്. ഇത് നമ്മൾ തന്നെ കൊണ്ടുപോയി അവൻ്റെ 6-ാം പറപ്പുകൾക്ക് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് കൂട്ടി ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് ഇവൻ്റെയൊക്കെ കണ്ട് ഇവനെയൊക്കെ പൊക്കിയെടുത്ത് ഒളി വെച്ച് ഇവൻ്റെയൊക്കെ സുഖലോലങ്ങൾക്ക് വേണ്ടി നമ്മളെ പൈസകൾ നമ്മൾ വിനിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഹറാമാക്കപ്പെട്ടതും ഇതൊന്ന് കാണരുതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കാൻ താമസിക്കുന്നു. ഇനിയും അവൻ ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ എല്ലാം അറിഞ്ഞു വരുമ്പോഴത്തേക്കും അവൻ ഭൂമിക്ക് ഈ ലോകം വിട്ട് പോകുന്ന താമസം എത്തും. അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ മനുഷ്യൻ ചിന്തിക്കുക. ഇതൊക്കെ മോശം. നമ്മൾ തന്നെയാണ് ഈ സിനിമകൾ കണ്ട് യുവമാർക്ക് പണം ഉണ്ടാക്കി കൊടുത്ത് യുവമാർ നക്ഷത്ര രീതിയിലൊക്കെ കളിക്കുകയും അതുപോലെ പീഡനങ്ങളും അമ്മയെന്ന് പറയുന്നൊരു സംഘടന അത് തന്നെ കണ്ടില്ലേ. അതിലോട്ട് ചേരണമെങ്കിൽ തന്നെ നടികൾ അതിന് വഴങ്ങി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ മഞ്ജു വാര്യർ എന്ന ആരായിരുന്നാലും ശരി തന്നെ ഈ ലോകത്ത് നടികളുമാര് വന്നിട്ടുണ്ടോ? അതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആ സംവിധായകന്മാർക്ക് വഴിപ്പെടേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ ചില നടന്മാർക്ക് വഴിപ്പെടേണ്ടി വരും. ചിലപ്പോൾ ചില നിർമ്മാതാക്കൾ വഴിപ്പെടേണ്ടി ഇതൊന്നും ഒക്കുന്നില്ലെങ്കിൽ അവരെ ഒഴിച്ചു വീഴും. വേറെ ആളിനെ അവരെടുക്കും. പിന്നെ ഇതിന് ക്യൂ നിൽക്കുന്ന ആൾ ഒരു പ്രശസ്തിയും മെയിൻ നടിയൊക്കെ ആയി വരാൻ വേണ്ടി തന്നെ.
അപ്പോൾ പിന്നെ അത് അങ്ങനെ അതൊക്കെ തന്നെയാണ് വലിയ നടക്കുന്നത് തന്നെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്നാൽ ശരി. ടൈം മീഡിയ.